أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നെ ആരാധിക്കാതെ അഹങ്കാരം നടിക്കുന്നവരാരോ അവർ വലിയ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് തീർച്ച. നരകം അത് ഭയാനകമാണ്. അവിടെ നിത്യവാസികളാവുക എന്നത് വേദനാജനകമാണ്. അതിൽ നിന്നുള്ള മോചനത്തിന് സ്വയം ശ്രമിക്കുന്നതിലൂടെ തന്റെ സഹജീവികളെയും അതിൽ പാകപ്പെടുത്തുക, അതാണ് ഇക്കാലമത്രയും ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ ആത്യന്തിക ദൌത്യമായി കണ്ടിട്ടുള്ളത്. അങ്ങനെ 100 നൂറ്റാണ്ടോളം ഈ സമുദായത്തെ സർവ്വതോന്മുഖമായ സമുദ്ധാരണത്തിലേക്ക് നയിച്ചുകൊണ്ട് മുന്നിൽ നടന്ന പ്രസ്ഥാനത്തെ പിന്നോട്ട് വലിക്കാൻ പ്രസ്ഥാനത്തിനകത്ത് നിന്ന് തന്നെ ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ തൗഹീദി ആദർശത്തെ നെഞ്ചേറ്റിയ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയം തടിച്ചുകൂടിയ പ്രിയപ്പെട്ട മുജാഹിദുകളോട് തീറുന്ന മനസ്സോടുകൂടെയാണ് ഇവിടെ നേതാക്കളും മുജാഹിദുകളും ഇരിക്കുന്നത് എന്നറിയാത്തവനല്ല ഞാൻ. സന്തോഷിക്കുന്നവരൊറ്റ മുജാഹിദുമില്ല. ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നതിൽ മനോവിഷമത്തോടുകൂടി തന്നെയാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. തൗഹീദി ആദർശത്തെ നെഞ്ചേറ്റിയ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയം വേദനിച്ചു. ഈ കള്ളത്തരവ് പറഞ്ഞ് മുജാഹിദുകളെ 1.5 കൊല്ലമായി നിങ്ങൾ ഭിന്നിപ്പിച്ച് ഭരിക്കുകയായിരുന്നു. KNM പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച താന്തോന്നിത്വം ഇനിയും KNM പ്രവർത്തകർ അനുവദിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. കാരണം തനിച്ച കാപട്യമല്ലേ നിങ്ങൾ ചെയ്തത്. ഇല്ലാത്തൊരു വാദത്തിന്റെ പേരിൽ ഉണ്ടെന്ന് സ്ഥാപിച്ചുകൊണ്ട് മുജാഹിദ് പ്രവർത്തകരെ ചേരിതിരിച്ചു. ആർത്തിയും അലച്ചയുമുള്ളവർ അധികാരത്തിലേക്ക് വന്നു. ദീനുൽ ഇസ്ലാമിനെ വെച്ചുകൊണ്ട് ആർത്തി മാറ്റാനും അലച്ച മാറ്റാനും അധികാരം നിലനിർത്താനും വൻകിട വ്യവസായികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഭരണകൂടത്തെ താങ്ങി നിർത്താൻ പറ്റുന്ന പൗരോഹിത്യത്തെയും കൂടി കിട്ടിയപ്പോൾ അവരെന്താണ് ചെയ്തത്? അവരുടെ ചിന്തകൾക്ക് എതിരായി ശബ്ദിക്കുന്ന ഉലമാക്കളുടെ നാക്കിന് കൂച്ചുവിലങ്ങിടാൻ ഏർപ്പാടുണ്ടാക്കി. നാക്കിന് ഊക്കുള്ള ഉലമാക്കൾ രംഗത്തു വന്നാൽ ഭരണകൂടത്തിനും വ്യവസായ ലോബിക്കും ദീനുൽ ഇസ്ലാമിനെ ഉപയോഗിച്ച് സുഖിക്കാൻ പറ്റുകയില്ല എന്ന വേദനിച്ചറിവുണ്ടായി. ഈ വൈദികരണങ്ങൾ ഞങ്ങൾ ഇറങ്ങിയപ്പോ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. സംഘടനത്തെ കൂട്ടിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ വിചാരിച്ചു എതിര് പറയാൻ ആരും ഉണ്ടാവില്ല. സംഘടന ഇല്ലെങ്കിൽ ആളുകൾ കാര്യം മനസ്സിലാക്കാൻ സാധിക്കൂല. സംഘടനാ ചാനൽ ദുരുപയോഗം ചെയ്ത്, സംഘടനാ സ്ഥാപനങ്ങൾ ദുരുപയോഗം ചെയ്ത്, സംഘടനാ പ്രസിദ്ധീകരണം ദുരുപയോഗം ചെയ്ത്, സംഘടനാ ആസ്ഥാനം ദുരുപയോഗം ചെയ്ത് മുജാഹിദുകളിൽ നിന്ന് പിരിച്ചെടുത്ത സക്കാത്തിന്റെയും സദഖയുടെയും പൈസ ഉപയോഗിച്ച് നിങ്ങളെ കോക്കസിന്റെ താന്തോന്നിത്വമാണ് പ്രസ്ഥാനത്തിന്റെ പേരിൽ ഇവിടെ നടത്തിയത്. അതിനി അനുവദിക്കുകയില്ല എന്ന് മുജാഹിദ് പ്രവർത്തകർ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ വിവാദം നിങ്ങൾ അവസാനിപ്പിക്കണം. അങ്ങനെയാണ് ഹിദായ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കുന്നത്. പക്ഷേ ആ ഡോക്യുമെന്ററി ഒന്നിൽ പോലും ഈ ഹദീസിന്റെ മത്തിനിൽ ശിർക്കുണ്ടോ ഇല്ലേ എന്ന് ഇവിടെ ഒരു ചർച്ച നടന്നതായി അവർക്ക് എടുത്തു കാണിക്കാനായില്ല. മാത്രമല്ല കളവുകളും തിരിമറികളും കുത്തിനിറച്ച് പുറത്തിറക്കിയ ഇവയെല്ലാം ചവറ്റുകൊട്ടയിലേക്ക് നിക്ഷേപിക്കാൻ പോലും പറ്റാത്ത വിധം മ്ലേച്ഛമാണെന്ന് പലരും തിരിച്ചറിഞ്ഞു. നന്നായി പ്രവർത്തന ഫലമായി നാട് നീങ്ങിയ അന്ധവിശ്വാസങ്ങൾ തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു വിഭാഗത്തിന്റെ ശ്രമങ്ങളാണ് പ്രസ്ഥാനത്തിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന് വന്നതോടെ മുജാഹിദുകൾ കൂടുതൽ പരിഹാസ്യരായി. ചിലർക്ക് തോന്നുന്നു ശൈത്താൻ എന്ന് പറയുമ്പോഴൊക്കെ മോശല്ലേ, ശൈത്താൻ നമ്മളെ കൂടെ കയറുകയോ ജിന്നിനെ പറ്റി പറയുകയോ അതൊക്കെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകലല്ലേ, ഖുറാഫാത്തല്ലേ. ജിന്നിനെ കുറിച്ച് വിശ്വസിക്കുന്നത് ഖുറാഫാത്തല്ലയോ? അതുപോലെ തന്നെ ശൈത്താനെ കുറിച്ച് പറയുന്നത് ഖുറാഫാത്തല്ലയോ? അങ്ങനെ ഈ സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്ക് വലിക്കുകയാണോ എന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തൗഹീദി പ്രചരണത്തിൽ താല്പര്യമില്ലാതെ ക്ഷമകെട്ടുകൊണ്ട് പുറത്തുപോയ ചില കക്ഷികൾ പറയുന്നുണ്ട്. അവർക്ക് ശൈത്താനെ ഉൾക്കൊള്ളാൻ സാധ്യമല്ലാത്തതുകൊണ്ട് ശൈത്താൻ അവരെക്കുറിച്ച് വലിയ സന്തോഷത്തിൽ തന്നെ. കാരണം ശൈത്താനെ നിഷേധിക്കുന്നവരോടാ ശൈത്താന് വലിയ കമ്പം. മുജാഹിദുകളിൽ എന്ന് പറഞ്ഞ് പരിപാടി നടത്തുമ്പോ എന്താണ് മുജാഹിദുകൾക്കുണ്ടായ ശിർക്ക് എന്ന് അത് പ്രചരിപ്പിച്ച മടമൂരികളെ നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടോ, വളരെ വ്യക്തമായി പറയുകയാണ്. ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്?
ജിന്ന് മടവൂരികളിപ്പോ ചിരിക്കാൻ വല്ല കാത്തിരിപ്പുണ്ടാവും, പക്ഷെ ചിരിയൊന്നും വല്ല ആരെങ്കിലും അടുത്തോട്ട് നിൽക്കിട്ട് വിട്ടേക്കണം. മനസ്സിലായോ? വലിയ ചിരിയായിരുന്നു ഇതൊക്കെ പറയുമ്പോഴേ. ഇപ്പൊ വലിയ ചിരിയൊന്നും ഉണ്ടാവൂല നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നന്നായി നിക്കിട്ട് ചിരിച്ചോ. മലയാളം മനസ്സിലായിട്ടില്ല എങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണത്? ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. എന്തേ? സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് പറഞ്ഞ ജിന്നിന് കഴിയുന്നു. ഓ ശിർക്ക്. കാരണം എന്താ? ആ ജിന്നിന് കഴിയുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ശിർക്ക്. ആയിക്കോട്ടെ. 1 2 അമാനുവൽ പറയണേ. അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് ഖുർആൻ സൂറത്ത് അറാഫിൽ പറയുന്നുണ്ട്. രക്തസഞ്ചാരമുള്ളയിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു നബിവാക്യത്തിൽ നാം കണ്ടു കഴിഞ്ഞല്ലോ. മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. സക്കരിയ സലാഹിയല്ല. അദൃശ്യ സൃഷ്ടികളായ ജിന്നുകളിൽ അതിരുകടന്ന വിശ്വാസങ്ങൾ അർപ്പിച്ച് അവയോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന പുത്തൻ വാദം മുവഹിദുകളെന്ന് നാം കരുതിയിരുന്നവരിൽ നിന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ അദൃശ്യമായ മാർഗത്തിലൂടെ സഹായം ലഭിക്കുമെന്ന് നമ്മൾ വിശ്വസിച്ചത് എന്തിനെപ്പറ്റിയാണ്? അള്ളാഹുവിങ്കൽ നിന്നാണ് ലഭിക്കുക എന്നാണ്. ഇപ്പൊ ചില മുജാഹിദ് മൗലവിമാര് ജിന്ന് ശൈത്താന് ഇതിന്റെയൊക്കെ സഹായങ്ങൾ ലഭിക്കും, മനുഷ്യരൂപത്തിൽ വന്ന് ലഭിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഴയകാല അന്ധവിശ്വാസത്തിലേക്ക്, ജിന്ന് സേവയിലേക്ക് മനുഷ്യനെ ക്ഷണിച്ചു കൊണ്ടുപോവുകയല്ലേ ചെയ്യുന്നത്? അല്ല സഹോദര, അല്ല അല്ല അല്ല. 1000 തവണ ആവർത്തിച്ച് ഉറപ്പിച്ചു പറയാൻ കഴിയും. ജിന്നിനെ സംബന്ധിച്ച്, ശൈത്താനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനില്, തിരുസുന്നത്തില് എന്തു വന്നു? അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം പണ്ടും ഇന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അദൃശ്യ സൃഷ്ടികളായ ജിന്നുകളിൽ അതിരുകടന്ന വിശ്വാസങ്ങൾ അർപ്പിച്ച് അവയോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന പുത്തൻ വാദം മുവഹിദുകളെന്ന് നാം കരുതിയിരുന്നവരിൽ നിന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ഈ കാതറിനെ ചെറുക്കാണ്. മലക്കുൽ മൗത്തെ ആയുസ് നീട്ടി തരണെന്ന് പറഞ്ഞ ചെറുക്കാണ്. ജിന്നെ കാക്കണേ, ജിന്നെ രക്ഷിക്കുന്ന ചെറുക്കാണ്. പുഴയെന്ന് വിളിച്ചാലും, കുളിക്കടവെന്ന് വിളിച്ചാലും, ജനപ്രദേശത്ത് വിളിച്ചാലും, വിജനപ്രദേശത്ത് വിളിച്ചാലും ഒക്കെ ചെറുക്കന്നെയാണ്. ചില ആളുകൾ പറയാം വെള്ളത്തിൽ മുങ്ങുമ്പോ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ചെറുക്കാണ്. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? മീകായിലെ മദറിനെ പറഞ്ഞ ചെറുക്കാണ്. മലക്കുൽ മൗത്തെ ആയുസ് നീട്ടി തരണെന്ന് പറഞ്ഞ ചെറുക്കാണ്. ജിന്നെ കാക്കണേ, ജിന്നെ രക്ഷിക്കുന്ന ചെറുക്കാണ്. പുഴയെന്ന് വിളിച്ചാലും, കുളിക്കടവെന്ന് വിളിച്ചാലും, ജനപ്രദേശത്ത് വിളിച്ചാലും, വിജനപ്രദേശത്ത് വിളിച്ചാലും ഒക്കെ ചെറുക്കന്നെയാണ്. ചില ആളുകൾ പറയാം വെള്ളത്തിൽ മുങ്ങുമ്പോ ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ചെറുക്കാണ്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? ഇങ്ങനെ ജബ്ബാർ മൗലവി വാദത്തിന് തെളിവുണ്ടാക്കി. ജബ്ബാർ മൗലവി വാദവും ഹദീസും ഒന്നാണെന്ന കുപ്രചാരണം നടത്തി. ആധുനിക മാധ്യമങ്ങളിലൂടെ ഇസ്ലാഹി പ്രവർത്തകരിലേക്ക് ഈ ശിർക്കിന്റെ ആശയം കടത്തിവിട്ടു. എന്നാൽ എന്താ സംഭവം?
ഒരു ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനെടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടന്നത്. അപ്പൊ ഒന്നു മുതൽ നമ്മളൊന്ന് മനസ്സിലാക്കണം. ആദ്യം നമ്മുടെ പേരിൽ ആരോപണ എന്ത് ജിന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ത് യാ ഇബാദല്ലാ ഈനുനി എന്ന ഹദീസിനെ വിശദീകരിച്ച് ഒരു മുസ്ലിയാർക്ക് മറുപടി പറഞ്ഞ ആ ഭാഗം എടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് നമ്മുടെ മേൽ ആരോപണം ഉന്നയിച്ചത്. ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള ജിന്ന് വിവാദത്തിന് കാരണക്കാരനും തുടക്കക്കാരനുമാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ വന്ന പരാമർശം ഉയർത്തിപ്പിടിച്ചാണ് ഇവിടെ സർവ്വഫിത്തിനകൾക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ തുടക്കം കുറിച്ചത്. മുജാഹിദത്തിൽ ഇപ്പോൾ പുതിയ ചർച്ച ജിന്നിനെ കുറിച്ചും അതുപോലെ സിഹിറിനെ കുറിച്ചും ചർച്ച കൊണ്ടുവന്ന് പുതിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ട് മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണെന്ന കള്ളപ്രചരണം വരെ നടത്തിയിട്ട് സമൂഹ മധ്യത്തിൽ ഊരുചുറ്റുകയല്ലേ വന്യ സഹോദരങ്ങളെ എന്ന് മാത്രം. ഈ പുസ്തകം പലവരും നിങ്ങൾ കണ്ടിട്ടുള്ള പുസ്തകമാണ്. എന്താണ് ഈ പുസ്തകത്തിന്റെ പേര്? ജിന്ന് സിഹിർ ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം. ആറ് പുസ്തകമാണിത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ്. ഇത് പരിഭാഷപ്പെടുത്തിയതാര്? എം.എ. സുല്ലമി എന്ന ഒന്നാന്തരം മടവൂരി. മുജാഹിദ് പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ ഇടക്കാലഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ജമിയത്തുൽ ഉലമ അതിന് പരിഹാരം നിശ്ചയിച്ച് തീരുമാനം ഇറങ്ങിയതിന് പുറകെ സലഫി പബ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു പബ്ലിക്കേഷൻ പുറത്തിറക്കി, ഒരു ബുക്ക് പുറത്തിറക്കി, പ്രശ്നം വീണ്ടും ഉണ്ടാക്കിയതുപോലെ വീണ്ടും വീണ്ടും മാന്റെ സഹോദരങ്ങളെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ വഞ്ചനയിലൂടെ ചതിയിലൂടെ പിളർത്തുവാൻ ശ്രമിച്ചതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ പുസ്തകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള ജിന്ന് വിവാദത്തിന് കാരണക്കാരനും തുടക്കക്കാരനുമാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ വന്ന പരാമർശം ഉയർത്തിപ്പിടിച്ചാണ് ഇവിടെ സർവ്വഫിത്തിനകൾക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ തുടക്കം കുറിച്ചത്. ആരാണ് ജിന്ന് പിശാചിന്റെ ഈ വിഷയം ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഈ നാശം വിതറിയതെന്നറിയാമോ? ഒന്നാമതായി ആദ്യം തേൻ തൊട്ടു തേച്ചത്, അതിനുശേഷമാണ് ഈച്ച വന്നത്, പല്ലി വന്നത്, പല്ലിയെ പിടിക്കാൻ അവിടെ എലി വന്നത്, എലിയെ പിടിക്കാൻ പൂച്ച വന്നത്, പൂച്ചയെ നേരിടാൻ പട്ടി വന്നത്, പട്ടിയെ പിടിക്കാൻ മറ്റുള്ളവർ വന്നത്. ആദ്യം തേൻ തൊട്ടു തേച്ചത് എം.ഐ. മുഹമ്മദ് അലി സുല്ലമി എന്ന വിഘടിത വിഭാഗത്തിന്റെ പണ്ഡിത സംഘടനയുടെ വൈസ് പ്രസിഡന്റായിരുന്ന, ഇപ്പാണോ അല്ലേ എന്ന് എനിക്കറിയില്ല, ആ അദ്ദേഹമായിരുന്നു ആദ്യം ഇങ്ങനെ ഒരു സാധനം കള്ളത്തരത്തിൽ പരിഭാഷപ്പെടുത്തി മറ്റൊരാളുടെ പേര് വെച്ച് ഇല്ലാത്ത ഒരു പ്രസിദ്ധാലയത്തിന്റെ പ്രസിദ്ധീകരണാലയത്തിന്റെ പേര് വെച്ച് അച്ചടിച്ച് സ്വകാര്യമായി വിതരണം ചെയ്തത്. ഇന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിനകത്ത് രൂപപ്പെട്ടിട്ടുള്ള ജിന്ന് വിവാദത്തിന് കാരണക്കാരനും തുടക്കക്കാരനുമാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ വന്ന പരാമർശം ഉയർത്തിപ്പിടിച്ചാണ് ഇവിടെ സർവ്വഫിത്തിനകൾക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾ തുടക്കം കുറിച്ചത്. ആരാണ് പിശാചിന്റെ ഈ വിഷയം ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഈ നാശം വിതറിയതെന്നറിയാമോ? ഒന്നാമതായി ആദ്യം തേൻ തൊട്ടു തേച്ചത്, അതിനുശേഷമാണ് ഈച്ച വന്നത്, പല്ലി വന്നത്, പല്ലിയെ പിടിക്കാൻ അവിടെ എലി വന്നത്, എലിയെ പിടിക്കാൻ പൂച്ച വന്നത്, പൂച്ചയെ നേരിടാൻ പട്ടി വന്നത്, പട്ടിയെ പിടിക്കാൻ മറ്റുള്ളവർ വന്നത്. ആദ്യം തേൻ തൊട്ടു തേച്ചത് എം.ഐ. മുഹമ്മദ് അലി സുല്ലമി എന്ന വിഘടിത വിഭാഗത്തിന്റെ പണ്ഡിത സംഘടനയുടെ വൈസ് പ്രസിഡന്റായിരുന്ന, ഇപ്പാണോ അല്ലേ എന്ന് എനിക്കറിയില്ല, ആ അദ്ദേഹമായിരുന്നു ആദ്യം ഇങ്ങനെ ഒരു സാധനം കള്ളത്തരത്തിൽ പരിഭാഷപ്പെടുത്തി മറ്റൊരാളുടെ പേര് വെച്ച് ഇല്ലാത്ത ഒരു പ്രസിദ്ധാലയത്തിന്റെ പ്രസിദ്ധീകരണാലയത്തിന്റെ പേര് വെച്ച് അച്ചടിച്ച് സ്വകാര്യമായി വിതരണം ചെയ്തത്. എന്നിട്ടോ അവസാനം പറഞ്ഞു നടന്നു എന്ത്? ഇവർ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല. അതിനുവേണ്ടി അബ്ദുൽ ജബ്ബാർ മൗലവി 2007 എഴുതിയ ആ വികലാശയത്തെ ഊടും പാവും നൽകി ഇവർ വളർത്തിക്കൊണ്ടുവന്നു. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നാണ് മുജാഹിദുകൾ പറയുന്നത്. മഹാദല്ലാ, അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജിന്നിനോടല്ല, മലക്കിനോടല്ല, ഒരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുകയും
അത് സമർത്ഥിക്കുവാൻ വേണ്ടി ഖണ്ഡനമണ്ഡലങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഏകനായ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന അടിസ്ഥാന ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് നേരെ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണെന്ന്. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല. അതിനുവേണ്ടി അബ്ദുൽ ജബ്ബാർ മൗലവി 2007 എഴുതിയ ആ വികലാശയത്തെ ഊടും പാവും നൽകി ഇവർ വളർത്തിക്കൊണ്ടുവന്നു. ഈ സേകരം അതിൽ വന്നിട്ടുണ്ടത്രേ, ഞാൻ വായിക്കുന്നില്ല. പക്ഷെ എന്താണ് ദുരന്തമെന്ന് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണ്. എന്താണല്ലേ, ഇതാ ഈ ഇസ്ലാഹിൽ ഏപ്രിൽ 2007 ഇസ്ലാഹിൽ വന്ന ഒരു ലേഖനം, ആ ലേഖനത്തെ എടുത്തു ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ എന്ന് ഇവര് പറഞ്ഞു നടന്നത്. ഈ ഡോക്യുമെന്ററി പലതും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും. ക്ഷമയോടെ അവസാനം വരെ കാണുക. നമ്മുടെ ത്യാഗീവര്യന്മാരായ പൂർവികരുടെ ശ്രമഫലമായി നാട് നീങ്ങിയ അന്ധവിശ്വാസങ്ങളും അനുബന്ധമായി ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങളും തിരിച്ചുകൊണ്ടുവരാനും അതിലൂടെ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിന് സമ്മാനിച്ച ഇസ്ലാമികമായ ഉന്നത സംസ്കാരത്തെ മണ്ണിട്ട് മൂടുവാനും ചില കേന്ദ്രങ്ങളിൽ നിന്നും ശ്രമങ്ങളുണ്ടാകുന്നു. ജിന്ന് ബാധിച്ച ഒരാളെ സുഖപ്പെടുത്താൻ ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗം എന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത്. നിങ്ങൾ ഖുർആൻ വായിക്കുകയാണെങ്കിൽ ജിന്നിനെ പറ്റി അറിയാം. അൽഹംദുലില്ലാഹ്. സിഹറിനെ കുറിച്ചും ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. സിഹർ ഒരാളും ചെയ്യാൻ പാടില്ല. എന്നാൽ സിഹർ എന്ന വസ്തുതയുണ്ട്. നമ്മൾ അതിൽ നിന്നും അകന്നു നിൽക്കണം. ആർക്കെങ്കിലും ഷെയ്ത്താൻ മൂലമുള്ള സിഹർ ബാധിച്ചാൽ അതിന് ഹദീസിൽ റുഖ്യ പരാമർശിച്ചിട്ടുണ്ട്. സ്വഹീഹായ വ്യത്യസ്ത ഹദീസുകളിൽ എങ്ങനെയാണ് റുഖ്യ നടത്തേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരാശിക്ക് ഖുർആനിൽ രോഗശമനമുണ്ടെന്ന് ഖുർആനിലെ 15-ാം അധ്യായമായ സൂറത്ത് ഹിജ്റിലും പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ തന്നെ രോഗശമനത്തിനുള്ള മന്ത്രമാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയും അവയിൽപ്പെട്ടതാണ്. ആർക്കെങ്കിലും ജിന്നുബാധ ഉണ്ടാവുകയാണെങ്കിൽ അതിന് സ്പെഷ്യലിസ്റ്റുകളായ ആളുകളുണ്ട്. ഇവിടെ ഹാർട്ട് സ്പെഷ്യലിസ്റ്റുകളായ ആളുകളുണ്ട്, ബ്രെയിൻ സ്പെഷ്യലിസ്റ്റുകളുമുണ്ട്. അതുപോലെ ബാധയുള്ള ഒരാൾക്ക് ഇസ്ലാമിൽ എങ്ങനെ റുഖ്യ ചെയ്യണമെന്ന് സ്പെഷ്യലൈസ് ചെയ്ത സ്പെഷ്യലിസ്റ്റുകളുമുണ്ട്. മതതാരതമ്യ പഠനത്തിൽ ഒരു സ്പെഷ്യലിസ്റ്റാണ് ഞാൻ. റുഖ്യയിൽ ഞാനൊരു സ്പെഷ്യലിസ്റ്റ് അല്ല. റുഖ്യ എങ്ങനെ ചെയ്യണമെന്ന് സഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണത് ചെയ്യേണ്ടത്? റുഖ്യയിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളുടെ അടുത്തേക്ക് നാം പോകണം. ഷെയ്ത്താൻ മൂലമുള്ള സിഹർ ബാധിച്ച ആൾക്കുള്ള ചികിത്സയാണ് റുഖ്യ കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. സഹീഹായ പല ഹദീസുകളും ഇത് പറയുന്നു. എന്നാൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സിഹർ ബാധ ചികിത്സിച്ചു മാറ്റാൻ കഴിയും എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അതിലധികം പേരും ഖുർആനിലെയും സുന്നത്തിലെയും മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഖുർആനും സ്വഹീഹായ ഹദീസുകളും പിന്തുടരുന്ന ആളുകളുടെ അടുത്തേക്ക് പോകുക. ചികിത്സ ഖുർആനും സ്വഹീഹായ ഹദീസുകളും അടിസ്ഥാനമാക്കിയാണെന്നും അതിൽ നിന്ന് അകന്നിട്ടില്ല എന്നും നോക്കുക. നമ്മുടെ ത്യാഗീവര്യന്മാരായ പൂർവികരുടെ ശ്രമഫലമായി നാട് നീങ്ങിയ അന്ധവിശ്വാസങ്ങളും അനുബന്ധമായി ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങളും തിരിച്ചുകൊണ്ടുവരാനും അതിലൂടെ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിന് സമ്മാനിച്ച ഇസ്ലാമികമായ ഉന്നത സംസ്കാരത്തെ മണ്ണിട്ട് മൂടുവാനും ചില കേന്ദ്രങ്ങളിൽ നിന്നും ശ്രമങ്ങളുണ്ടാകുന്നു. എന്റെ പേര് ഹംസ, തിരൂര്. എനിക്ക് ചോദിക്കാനുള്ളത്, പ്രവാചകന് മാരണം ബാധിച്ചു എന്ന് മൗലവി സുബൈർ മങ്കടയുടെ കേസറ്റിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാരണം ബാധിക്കുകയും അതിന്റെ ഫലമായി ഇല്ലാത്തത് ഉണ്ട് എന്നും ചെയ്യാത്തത് ചെയ്തു എന്നും തോന്നുന്ന തരത്തിലുള്ള മാനസിക വിഭ്രാന്തി ഉണ്ടായി എന്നും
താങ്കളുടെ സംവാദ സ്റ്റേജുകളിൽ കാണാറുള്ള മൗലവി സുബൈർ മങ്കടയും ഡോക്ടർ സുബൈറും ഖുർആനും ഹദീസും വിശദീകരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നു. മാരണപ്രക്രിയ മൂലം ബാധ ഏൽക്കുകയും മാനസിക വിഭ്രാന്തി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു വികല വ്യക്തിത്വത്തിന്റെ ഉടമയിലൂടെ അവതരിക്കപ്പെട്ടു എന്ന് പറയുന്ന ഖുർആൻ മനുഷ്യർക്ക് എല്ലാ തലത്തിലും മാർഗദർശനം നൽകുന്ന ഒന്നാണ് എന്ന് പറയുന്നതിലെ യുക്തി മനസ്സിലാകുന്നില്ല. മാത്രമല്ല, ഇല്ലാത്തത് ഉണ്ട് എന്നും ചെയ്യാത്തത് ചെയ്തു എന്നും തോന്നുന്ന വ്യക്തി പറയുന്ന മാലാഖ ദർശനം, ദിവ്യബോധനം, ആകാശ ആരോഹണം, സ്വർഗ നരകങ്ങളെ പറ്റിയുള്ള വിവരണം, ഇവയിലെല്ലാം സംശയം ജനിച്ചിരിക്കുന്നു. വ്യക്തമായ വിശദീകരണം പ്രതീക്ഷിക്കുന്നു. ഒരു മനുഷ്യന്, ഒരു സാധാരണ മനുഷ്യന് ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ പ്രവാചകനും ഉണ്ടാകാം എന്ന് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ ദൈവിക മാർഗദർശന പ്രകാരമല്ലാതെയുള്ള മാർഗങ്ങളിലേക്ക് വഴിതിരിഞ്ഞു പോകുന്ന ആളുകൾ പലപ്പോഴും കാണാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, മാനസിക പ്രശ്നമുണ്ടാകുമ്പോ ആ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും മാന്ത്രികന്മാരുടെയും അതേപോലെ തന്നെ ഇതേപോലെയുള്ള ആളുകളുടെയും അടുക്കൽ പോയി അതിന് പകരം ചെയ്യുവാൻ എന്ന രീതിയിൽ പല ദുഷ്ടപ്രവർത്തനങ്ങളും ചെയ്യുകയും അങ്ങനെ ആ ദുഷ്ടപ്രവർത്തനങ്ങൾ വഴി ഒരുപാട് കുഴപ്പമുണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. വ്യക്തികളുടെ മനോരോഗത്തിന് മാത്രമല്ല, കുടുംബങ്ങളുടെ ചിത്രതക്കും സാമൂഹ്യമായ പ്രശ്നങ്ങൾക്കുമെല്ലാം കാരണമാകാറുണ്ട് ഇത്തരം ക്ഷുദ്രമായ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നിയാൽ ഇവൻ ആരാണത് പറയാൻ? എവിടുന്നാണ് ഇവന് വിവരം കിട്ടിയത്? ശൈത്താൻ കയറിയതാണ് ഇവന്റെ മേത്ത്, ജിന്ന് കൂടിയതാണ്, അതാണ് ഇവന്റെ തലവേദന, അതാണ് ഇവന്റെ വയറുവേദന. ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണ് ഇത് പറയാൻ സാധിക്കുക? ഒരാളുടെ ശരീരത്തിൽ പിശാച് കയറിയിട്ടുണ്ടെന്ന് പറയാൻ വഹയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. ഇങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നിയാൽ, മാനസികമായി എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നുകയും അതെന്തെങ്കിലും ക്ഷുദ്രപ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്ന് വരികയും ചെയ്താൽ ആ രംഗത്ത് എന്തു ചെയ്യേണ്ടതുണ്ട്, എങ്ങനെ വർത്തിക്കേണ്ടതുണ്ട് എന്ന് മാതൃകയായി കാണിച്ചു കൊടുക്കേണ്ടത് പ്രവാചകന്റെ ബാധ്യത തന്നെയാണ്. ആ പ്രവാചക ബാധ്യതയെ പടച്ച തമ്പുരാൻ എങ്ങനെ എന്ത് ചെയ്യണം, തനിക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഈ രൂപത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യണം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ടത്, പിൽക്കാലഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് പ്രവാചകനിലൂടെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം പ്രവാചകന്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായി ഹദീസ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടത്. തീർച്ചയായും പ്രവാചകൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃക എന്നുള്ള നിലക്ക് ലോകത്തുള്ള ഈ മനുഷ്യർക്ക്, ലോകത്ത് പിന്നീട് കടന്നു വരാനുള്ള ആളുകൾക്ക് ഈ രൂപത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം എന്ന് അവർക്ക് ഗവേഷണം ചെയ്യേണ്ട ഒരു വിഷയമായി മാറ്റിവെക്കുകയല്ല ഇസ്ലാം ചെയ്തിട്ടുള്ളത്. മറിച്ച് ആ രംഗത്തും പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് ഈ സംഭവത്തിലൂടെ ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവൻ ആരാണത് പറയാൻ? എവിടുന്നാണ് ഇവന് വിവരം കിട്ടിയത്? ശൈത്താൻ കയറിയതാണ് ഇവന്റെ മേത്ത്, ജിന്ന് കൂടിയതാണ്, അതാണ് ഇവന്റെ തലവേദന, അതാണ് ഇവന്റെ വയറുവേദന. ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണ് ഇത് പറയാൻ സാധിക്കുക? ഒരാളുടെ ശരീരത്തിൽ പിശാച് കയറിയിട്ടുണ്ടെന്ന് പറയാൻ വഹയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. തീർച്ചയായും പ്രവാചകൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അദ്ദേഹം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും മാതൃക എന്നുള്ള നിലക്ക് ലോകത്തുള്ള ഈ മനുഷ്യർക്ക്, ലോകത്ത് പിന്നീട് കടന്നു വരാനുള്ള ആളുകൾക്ക് ഈ രൂപത്തിലുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യണം എന്ന് അവർക്ക് ഗവേഷണം ചെയ്യേണ്ട ഒരു വിഷയമായി മാറ്റിവെക്കുകയല്ല ഇസ്ലാം ചെയ്തിട്ടുള്ളത്. മറിച്ച് ആ രംഗത്തും പ്രവാചകന്റെ ജീവിതത്തിൽ തന്നെ ഒരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് ഈ സംഭവത്തിലൂടെ ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുഹൃത്ത് വിചാരിക്കുന്നത് പോലെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുകളല്ല. സുഹൃത്ത് പറഞ്ഞതുപോലെയുള്ള, സുഹൃത്ത് പറഞ്ഞ പണ്ഡിതന്മാർ, അവര് പ്രഗത്ഭരായ മറ്റ് രംഗങ്ങളിലുള്ള ഹദീസ് രംഗങ്ങളിലുള്ള പണ്ഡിതന്മാരാണ്. അവര് ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എനിക്ക് പറയുവാനുള്ളത് ഇതാണ്: പ്രവാചകൻ ഒരു മാതൃകാ പുരുഷനാണ്.
ആ പ്രവാചകൻ മാതൃകാ പുരുഷൻ എന്നുള്ള നിലക്ക് സ്വാഭാവികമായി അവസാന നാൾ വരെയുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവർ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള വിഷയം കൃത്യമായി പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രതിസന്ധികളിൽ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതാണ് അവസാന നാൾ വരെയുള്ള മുസ്ലിങ്ങൾക്ക് മുഴുവനുമുള്ള മാതൃക. ഒരാൾക്ക് എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടാവുകയും അതൊരു ക്ഷുദ്രപ്രവർത്തനം കൊണ്ടാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ അയാൾ ചെയ്യേണ്ടത് എന്താണ്? പ്രവാചകൻ ജീവിതത്തിലൂടെ മാതൃക കാണിച്ചു കൊടുക്കുകയായിരുന്നു. അയാൾ ചെയ്യേണ്ടത് അതിനെതിരെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ അതിനെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ദുർമന്ത്രവാദികളെ സമീപിക്കുകയോ ചെയ്യുകയില്ല. ദൈവം തമ്പുരാനിൽ നിന്ന്, സൃഷ്ടികർത്താവായ തമ്പുരാനിൽ നിന്ന് ശരണം തേടുകയും ആ ശരണ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ മറ്റ് ഈ പ്രാർത്ഥനകളും എല്ലാം നിർവഹിക്കുകയാണ് വേണ്ടത് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ സംഭവത്തിലൂടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവൻ ആരാണത് പറയാൻ? എവിടുന്നാണ് ഇവൻ വിവരം കിട്ടിയത്? ശൈത്താൻ കയറിയതാണ് ഇവന്റെ മേത്ത്, ജിന്ന് കൂടിയതാണ്, അതാണ് ഇവന്റെ തലവേദന, അതാണ് ഇവന്റെ വയറുവേദന. ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണ് ഇത് പറയാൻ സാധിക്കുക? ഒരാളുടെ ശരീരത്തിൽ പിശാച് കയറിയിട്ടുണ്ടെന്ന് പറയാൻ വഹയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. ഇവിടെ എനിക്ക് പറയുവാനുള്ളത് ഇതാണ്: പ്രവാചകൻ ഒരു മാതൃകാ പുരുഷനാണ്. ആ പ്രവാചകൻ മാതൃകാ പുരുഷൻ എന്നുള്ള നിലക്ക് സ്വാഭാവികമായി അവസാന നാൾ വരെയുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അവർ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള വിഷയം കൃത്യമായി പഠിപ്പിക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു പ്രതിസന്ധികളിൽ അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിച്ചു എന്നതാണ് അവസാന നാൾ വരെയുള്ള മുസ്ലിങ്ങൾക്ക് മുഴുവനുമുള്ള മാതൃക. ഒരാൾക്ക് എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടാവുകയും അതൊരു ക്ഷുദ്രപ്രവർത്തനം കൊണ്ടാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ അയാൾ ചെയ്യേണ്ടത് എന്താണ്? ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണ് ഇത് പറയാൻ സാധിക്കുക? ഒരാളുടെ ശരീരത്തിൽ പിശാച് കയറിയിട്ടുണ്ടെന്ന് പറയാൻ വഹയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. ഒരാൾക്ക് എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടാവുകയും അതൊരു ക്ഷുദ്രപ്രവർത്തനം കൊണ്ടാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ അയാൾ ചെയ്യേണ്ടത് എന്താണ്? ഒരാൾക്ക് എന്തെങ്കിലും വിഭ്രാന്തി ഉണ്ടാവുകയും അതൊരു ക്ഷുദ്രപ്രവർത്തനം കൊണ്ടാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ അയാൾ ചെയ്യേണ്ടത് എന്താണ്? പ്രവാചകൻ ജീവിതത്തിലൂടെ മാതൃക കാണിച്ചു കൊടുക്കുകയായിരുന്നു. അയാൾ ചെയ്യേണ്ടത് അതിനെതിരെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ അതിനെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ഏതെങ്കിലും ദുർമന്ത്രവാദികളെ സമീപിക്കുകയോ ചെയ്യുകയില്ല. ദൈവം തമ്പുരാനിൽ നിന്ന്, സൃഷ്ടികർത്താവായ തമ്പുരാനിൽ നിന്ന് ശരണം തേടുകയും ആ ശരണ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ മറ്റ് ഈ പ്രാർത്ഥനകളും എല്ലാം നിർവഹിക്കുകയാണ് വേണ്ടത് എന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ സംഭവത്തിലൂടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം, സിഹിർ ഫലിക്കുമോ? ഫലിക്കുന്നതുണ്ടാകാം, ഫലിക്കാത്തതുണ്ടാകാം. ഇവിടെ ഇതിന്റെ പേരിൽ നടക്കുന്ന 99% കാര്യങ്ങളും തട്ടിപ്പ, ശുദ്ധ തട്ടിപ്പ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതേസമയം മനുഷ്യരെ ചില മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിനെയും അതേപോലെ തന്നെ ശരീരത്തെയും എല്ലാം പല കോലങ്ങളിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ആധുനിക ശാസ്ത്രം പോലും പഠിപ്പിക്കുന്നു. ഇപ്പോ ഹിപ്നോട്ടിസം. എന്താണ് ഹിപ്നോട്ടിസത്തിന്റെ മെക്കാനിക്സ്? അതിന്റെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പഠിക്കാൻ ഒരാൾക്ക് കഴിയും, പക്ഷെ അതിന്റെ മെക്കാനിക്സ് പൂർണ്ണമായി നമുക്ക് ഇന്നും മനസ്സിലായി കഴിഞ്ഞിട്ടില്ല. മെക്കാനിക്സ് പറഞ്ഞാൽ ഹിപ്നോട്ടിസം നടക്കുമ്പോൾ നമ്മൾ ഒരു ഹിപ്നോട്ടിക് നിദ്രക്ക് വിധേയമാകുന്ന മനുഷ്യനും ഹിപ്നോട്ടിക് നിദ്ര നടത്തുന്നയാളും തമ്മിലുള്ള ബന്ധം എന്താണ്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇയാളുടെ ഓർഡറുകൾ, ഇയാളുടെ കൽപ്പനകൾ ഇയാൾ അനുസരിക്കുന്നുണ്ട്. അതിന് എന്താണ്? പലരും പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ മെക്കാനിക്സ് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ചില നമുക്ക് വിശദീകരിക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകാം. ആ സാധ്യമല്ലാത്ത കാര്യങ്ങൾ സ്വാഭാവികമായും മനുഷ്യരെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാം. പിശാചി എന്ന് പറഞ്ഞാൽ പലതരത്തിലും മനുഷ്യനെ സ്വാധീനിക്കുവാനും വഴിതെറ്റിക്കുവാനും വേണ്ടി പരിശ്രമിക്കും. ഈ രൂപത്തിൽ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന പൈശാചികമായ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ട് എന്നൊരാൾക്ക് തോന്നിയാൽ ഇത് പറയാൻ ഇവൻ ആരാണ്?
ആർക്കാണിത് പറയാൻ സാധിക്കുക? ഒരാളുടെ ശരീരത്തിൽ പിശാച് കയറിയിട്ടുണ്ടെന്ന് പറയാൻ വഹയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. പിശാച് എന്ന് പറഞ്ഞാൽ പലതരത്തിലും മനുഷ്യനെ സ്വാധീനിക്കുവാനും വഴിതെറ്റിക്കുവാനും വേണ്ടി പരിശ്രമിക്കും. ഈ രൂപത്തിൽ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന പൈശാചികമായ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണിത് പറയാൻ സാധിക്കുക? ഒരാളുടെ ശരീരത്തിൽ പിശാച് കയറിയിട്ടുണ്ടെന്ന് പറയാൻ വഹയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. ഈ രൂപത്തിൽ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന പൈശാചികമായ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ട് എന്നൊരാൾക്ക് തോന്നിയാൽ അയാൾ എന്താ ചെയ്യേണ്ടത്? ഒരു പൈശാചിക പ്രയാസപ്പെടേണ്ടായിട്ടുണ്ട്, അതിന് പകരം വേറൊരു പിശാചിനെ അങ്ങോട്ട് വിടുക. എന്താ, ഒരു പാട്രിയറ്റ് മിസൈൽ അയക്കണായി അങ്ങോട്ടും വിടുക എന്ന്. അങ്ങനത്തെ ഒരു ഏർപ്പാടാണോ? അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരാൾക്ക് അങ്ങനത്തെ വല്ല പ്രയാസവും ഉണ്ടായതായി തോന്നിയാൽ അയാൾ ചെയ്യേണ്ടത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രകാരം പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ 3 സൂറത്തുകൾ ഓതുകയും പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ വചനം ആയത്തുൽ കുർസി, അത് ഓതി പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഇത്തരം എന്തുണ്ടെങ്കിലും അയാൾക്കുള്ള ഏത് പ്രയാസമുണ്ടെങ്കിലും ഒരു മുസ്ലിം ചെയ്യേണ്ട കാര്യം. ഇനി വേറെ ഒരു സംഭവം, 2-3 സംഭവങ്ങൾ. റസൂലുള്ള ഒരിക്കൽ ഒരു യാത്രയിലാണ്. അപ്പൊ ആ യാത്രയില് ഒരു സ്ത്രീ ഒരു കുട്ടിനേറ്റ് വന്നു. ഈ കുട്ടിക്ക് ഒട്ടും സുഖല്ല നബിയെ. ഇടക്കിടക്ക് അവന് ബോധം നഷ്ടപ്പെടും, ശൈത്താൻ കൂടിയതാണ്, ശൈത്താന്റെ ബാധയേറ്റതാണ് എന്നാണ് വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണിത് പറയാൻ സാധിക്കുക? ഒരാളുടെ ശരീരത്തിൽ പിശാച് കയറിയിട്ടുണ്ടെന്ന് പറയാൻ വഹയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. ഇനി വേറെ ഒരു സംഭവം, 2-3 സംഭവങ്ങൾ. റസൂലുള്ള ഒരിക്കൽ ഒരു യാത്രയിലാണ്. അപ്പൊ ആ യാത്രയില് ഒരു സ്ത്രീ ഒരു കുട്ടിനേറ്റ് വന്നു. ഈ കുട്ടിക്ക് ഒട്ടും സുഖല്ല നബിയെ. ഇടക്കിടക്ക് അവന് ബോധം നഷ്ടപ്പെടും, ശൈത്താൻ കൂടിയതാണ്, ശൈത്താന്റെ ബാധയേറ്റതാണ് എന്നാണ് വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണിത് പറയാൻ സാധിക്കുക? സുഹൃത്തിന്റെ ചോദ്യം, സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തില് പിശാചു വന്നു എന്ന് പറഞ്ഞത് വിശ്വസിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും മനുഷ്യന്മാരെ കാണുകയാണെങ്കിൽ ഇത് അയാളാണോ അയാളെ രൂപത്തിലുള്ള മറ്റതാണോ എന്ന് ആകെ കൺഫ്യൂഷൻ ആകൂലേ എന്നതാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന്മാര് തന്നെ രൂപസാദൃശ്യമുള്ളവരുണ്ടാവും. അത് തിരിച്ചറിയാനുള്ള ഒരു വകതിരിവ് സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാവാറുണ്ട്. ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണിത് പറയാൻ സാധിക്കുക? വഹയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. ഒരേ രൂപത്തിലുള്ള ആളുകൾ ട്വിൻസ് നമ്മൾ സാധാരണ കാണും. 2 ആൾക്ക് 2 പേരാവും. പക്ഷെ എപ്പോഴും കാണുന്ന ആളുകള് വളരെ പെട്ടെന്ന് മുഹമ്മദാണോ അഹമ്മദാണോ, മുഹമ്മദ് എന്ന് വിളിക്കും, അഹമ്മദിനെ അഹമ്മദ് എന്ന് വിളിക്കും. എന്നാൽ ചില ആളുകൾക്ക് ഇത് അഹമ്മദോ മുഹമ്മദോ വലിയ പ്രയാസമൊന്നുമില്ല, വേഗം മനസ്സിലാവും. ഇതുപോലെ ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണിത് പറയാൻ സാധിക്കുക? വഹയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. മനുഷ്യരൂപത്തിൽ വന്നിട്ട് അതിര് കവിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ അങ്ങനെ തന്നെ പെരുമാറും, അങ്ങനെ തന്നെ പെരുമാറണം. ഇതേപോലെ തന്നെ ഒരുത്തൻ നാളെ വന്നിട്ട് ഞാൻ എന്റെ ഭർത്താവാണ്, അല്ലെങ്കിൽ ഞാൻ എന്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാല്
അതിനനുസരിച്ച് പെരുമാറാനുള്ള ഒരു കോമൺ സെൻസ് വേണം. അത് മനുഷ്യന്മാർക്ക് സാധാരണഗതിയിൽ ഉണ്ടാവുമല്ലോ. അതല്ലാത്ത സാധാരണഗതി തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഒരു ടിൻസും മറ്റുമൊക്കെ ഉദാഹരണം പറഞ്ഞ അതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറില്ല. ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണ് ഇത് പറയാൻ സാധിക്കുക? വഹിയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹിയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. നമ്മുടെ ആളുകൾക്ക് അങ്ങനെയാണല്ലോ വിശ്വാസമുള്ളത്. എടോ, ഏർവാടി പോയിട്ട് ഓപ്പറേഷൻ നടന്നല്ലോ, അത് അനുഭവമല്ലേ? ഏർവാടി പോയിട്ട് ഓപ്പറേഷൻ നടന്നല്ലോ, അത് അനുഭവമല്ലേ? അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് രോഗം മാറിയല്ലോ, അത് അനുഭവമല്ലേ? ഗുരുവായൂർ പോയിട്ട് കുട്ടിയെ കിട്ടിയല്ലോ, അത് അനുഭവമല്ലേ? അങ്ങനെ പല പല അനുഭവങ്ങളും ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെ രോഗം മാറാറുണ്ടല്ലോ, പ്രയാസം നീങ്ങാറുണ്ടല്ലോ. അതുപോലെ ഈ മന്ത്രവാദി എടുക്ക പോകുമ്പോൾ കാര്യങ്ങളൊക്കെ നേടാറുണ്ടല്ലോ. ഇങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹാ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ നിന്റെ കണ്ണിൽ നിന്നൊരാളെ കാണുമ്പോ കണ്ണീര് വരികയും അങ്ങനെ ഒരു മന്ത്രവാദി എടുക്ക പോയത് മാറുകയും ചെയ്യുമെന്ന് നീ പറഞ്ഞില്ലേ? അതിനുള്ള കാരണം ശൈത്താനാണ് കേട്ടോ, ശൈത്താനാണ് കേട്ടോ. ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണ് ഇത് പറയാൻ സാധിക്കുക? ഒരാളുടെ ശരീരത്തിൽ പിശാച് കയറിയിട്ടുണ്ടെന്ന് പറയാൻ വഹിയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹിയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. ഇങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹാ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ നിന്റെ കണ്ണിൽ നിന്നൊരാളെ കാണുമ്പോ കണ്ണീര് വരികയും അങ്ങനെ ഒരു മന്ത്രവാദി എടുക്ക പോയത് മാറുകയും ചെയ്യുമെന്ന് നീ പറഞ്ഞില്ലേ? അതിനുള്ള കാരണം ശൈത്താനാണ് കേട്ടോ, ശൈത്താനാണ് കേട്ടോ. ഇത് പറയാൻ ഇവൻ ആരാണ്? ആർക്കാണ് ഇത് പറയാൻ സാധിക്കുക? ഒരാളുടെ ശരീരത്തിൽ പിശാച് കയറിയിട്ടുണ്ടെന്ന് പറയാൻ വഹിയുള്ള പ്രവാചകനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. വഹിയുള്ള പ്രവാചകൻ അറിയാം, അല്ലാത്ത ഒരാൾക്കും അതറിയാൻ ഒരു മാർഗവുമില്ല. ഇങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹാ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ നിന്റെ കണ്ണിൽ നിന്നൊരാളെ കാണുമ്പോ കണ്ണീര് വരികയും അങ്ങനെ ഒരു മന്ത്രവാദി എടുക്ക പോയത് മാറുകയും ചെയ്യുമെന്ന് നീ പറഞ്ഞില്ലേ? അതിനുള്ള കാരണം ശൈത്താനാണ് കേട്ടോ, ശൈത്താനാണ് കേട്ടോ. ഈ കണ്ണേറിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു കുളി ചികിത്സ സാധാരണ കേൾക്കാറുണ്ട്. കുളി ചികിത്സ എന്ന് പറഞ്ഞാല് കണ്ണേറ് ബാധിക്കാൻ കാരണമായവൻ വുളു എടുത്ത വെള്ളം കണ്ണേറ് ബാധിച്ചവന്റെ തലയിൽ ഒഴിക്കുന്ന ഒരു ചികിത്സ. ഇത് ശരിയാണോ? ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആരെങ്കിലും വുളു എടുത്തു തരാൻ ഒരാൾ ആവശ്യപ്പെട്ടാൽ വുളു എടുത്തു കൊടുക്കണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകാര്യമാണോ? സ്വീകാര്യമാണെങ്കിൽ അതിൽ എന്ത് നിലപാടാണ് നാം സ്വീകരിക്കേണ്ടത്? അത് നിഷേധിച്ചാൽ കുറ്റക്കാരനാകുമോ? അത് അംഗീകരിക്കുകയാണെങ്കിൽ അന്ധവിശ്വാസിയാവില്ല എന്നാണ് എന്റെ ചോദ്യം. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ വിഷയമായി നിങ്ങൾ മനസ്സിലാക്കുകയും വേണ്ട. നേരെ മറിച്ച് ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ മഹാനായ അമാൻ മൗലവി വളരെ മുമ്പ് തന്നെ വളരെ വിശദമായി കൊണ്ട് കണ്ണേറിനെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുജാഹിദുകൾ, തലതെരച്ച മുജാഹിദുകൾ, അവർ വാങ്ങി അവരുടെ വീടുകളിൽ സൂക്ഷിച്ചവർ വായിച്ചു പഠിച്ച പുസ്തകമാണിത്. ആ പുസ്തകം പോയി വായിച്ചു നോക്കൂ. അതല്ല, നിങ്ങൾക്ക് ഉദ്ധരിക്കാവുന്ന ഹദീസുകൾ ഉണ്ടെങ്കിൽ ആ ഹദീസുകൾ ഇമാം മുസ്ലിം ഒന്നിന് പുറകെ ഒന്നായി ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇമാം മുസ്ലിമിലെ ആ ഹദീസുകൾ വായിച്ചു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് സ്വഹീഹായി വന്നിട്ടുണ്ട് എങ്കിൽ ആ സ്വഹീഹായി വന്ന ഹദീസുകളെ സ്വീകരിക്കാൻ ഒരു തടസ്സവും ഇല്ല, എവിടെയും ഇല്ല, ഒരിടത്തുമില്ല. മന്ത്രം ശിർക്കാണെന്ന് പറഞ്ഞു, ഉറുക്ക് ശിർക്കാണെന്ന് പറഞ്ഞു, പിഞ്ഞാണം എഴുതി കുടിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞു, മന്ത്രിച്ചൂതിയ നൂലുകെട്ടൽ ശിർക്കാണെന്ന് പറഞ്ഞു, മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കൽ ശിർക്കാണെന്ന് പറഞ്ഞു. ആത്മീയമായ സകലമായ ചികിത്സകളും അവർ നിരാകരിച്ചു. അതൊക്കെ ശിർക്കാണെന്ന് പ്രചരിപ്പിച്ചു. ആ നിലയിൽ വ്യാപകമായ പ്രചരണവുമായി മുന്നോട്ട് പോയ ജനവിഭാഗം എത്രത്തോളം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ജിന്ന് പിശാചുകളുമായി ബന്ധപ്പെട്ട് അപൂർവമായി ചില ആളുകൾക്കെങ്കിലും ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് ലോകത്തെന്നും എക്കാലവും മന്ത്രം അത്തരത്തിലുള്ള ആത്മീയ ചികിത്സകളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇജാസത്ത് പ്രകാരം നടത്തി വരുന്ന ഒരുപാട് ആളുകളെ എന്നും എക്കാലവും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് രോഗം സുഖപ്പെടാറുമുണ്ട്. പക്ഷേ
അത്തരം മന്ത്രവും ഗുറുക്കും ആത്മീയ ചികിത്സകളും നിരാകരിക്കാൻ വേണ്ടി, അത് ശിർക്കായി ചിത്രീകരിക്കാൻ വേണ്ടി, അങ്ങനെ ജിന്നും പിശാചുമില്ല, ജിന്നിന്റെയും പിശാചിന്റെയും രോഗമില്ല, ജിന്ന് ബാധയില്ല, പിശാച് ബാധയില്ല, ഈ വിധത്തിൽ വ്യാപകമായ പ്രചരണം മുജാഹിദ് പ്രസ്ഥാനത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അഴിച്ചുവിട്ടു. കണ്ടോ? അപ്പൊ മുജാഹിദികൾ മന്ത്രത്തെ എതിർത്തിട്ടുണ്ട്. കളവ് പറയാം, മുജാഹിദികൾ മന്ത്രത്തെ എതിർത്തിട്ടുണ്ട്. ഏത് മുജാഹിദ എതിർത്തത്? നമ്മുടെ ത്യാഗീവര്യന്മാരായ പൂർവീകരുടെ ശ്രമഫലമായി നാട് നീങ്ങിയ അന്ധവിശ്വാസങ്ങളും അനുബന്ധമായി ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങളും തിരിച്ചുകൊണ്ടുവരാനും അതിലൂടെ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിന് സമ്മാനിച്ച ഇസ്ലാമികമായ ഉന്നത സംസ്കാരത്തെ മണ്ണിട്ട് മൂടുവാനും ചില കേന്ദ്രങ്ങളിൽ നിന്നും ശ്രമങ്ങളുണ്ടാകുന്നു. അത് കളവല്ലേ? അത് കളവല്ലേ? കളവ് പറയാം. മുജാഹിദികൾ മന്ത്രത്തെ എതിർത്തിട്ടുണ്ട്. ഏത് മുജാഹിദ എതിർത്തത്? മന്ത്രത്തെ ഏത് മുജാഹിദ എതിർത്തത്? മുഹമ്മദ് അമാൻ മൗലവി എഴുതിയ ഖുർആൻ പരിഭാഷ, ആ പരിഭാഷയിൽ പോലും മന്ത്രത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന മന്ത്രങ്ങൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ കൊണ്ടുള്ള മന്ത്രങ്ങൾ, ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ടുള്ള മന്ത്രങ്ങൾ, വാരിദായ ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ, ആ മന്ത്രങ്ങൾ മുജാഹിദുകൾ അംഗീകരിക്കുകയും ചെയ്തിട്ട് ഇതാ ഫൈസി വന്നിട്ട് കളവ് പറയുന്നു. മുജാഹിദുകൾ മന്ത്രം അംഗീകരിച്ചിട്ടില്ല, മുജാഹിദുകൾ മന്ത്രം അംഗീകരിച്ചിട്ടില്ല. അത് കളവല്ലേ? അതുപോലെ തന്നെ റുക്കിയക്ക് വേണ്ടിയിട്ട് ഈ റുക്കിയ നടത്തുന്ന ആളുകള്, അവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ള നേർക്ക് നേരെ ഒരാൾ കോതി കൊടുക്കലാണ്. സഹാബത്ത് അവരും നമുക്കറിയാം, അത് ഭ്രാന്ത് ബാധിച്ച, പിശാച് ബാധ മൂലമുള്ള ഭ്രാന്ത് ബാധിച്ച ഒരു സഹാബി, ഒരു വ്യക്തി, ആ വ്യക്തിയെ മന്ത്രിക്കുവാൻ വേണ്ടി ഒരു സഹാബി പോയ സംഭവം നമുക്കറിയാവുന്നതാണ്. ആ സന്ദർഭത്തിൽ നേർക്ക് നേരെ സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തു, ആ ഭ്രാന്ത് മാറി. ഹദീസുകളിൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രൂപത്തിൽ ഒരാൾക്ക് നേർക്ക് നേരെ വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഊതിക്കൊടുക്കുക, ഈ രൂപത്തിൽ ഊതിക്കൊടുക്കാവുന്നതാണ്. ഈ രൂപത്തിൽ ഒരാൾക്ക് നേർക്ക് നേരെ വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഊതിക്കൊടുക്കുക, ഈ രൂപത്തിൽ ഊതിക്കൊടുക്കാവുന്നതാണ്. ഉള്ളതും ഇല്ലാത്തതും കൂട്ടിക്കുഴച്ച് മടവൂരികളെപ്പോലെ ഇന്ന് ഹിദായയും കോക്കസും മുജാഹിദുകൾക്കെതിരെ ആരോപിക്കുന്ന പലതും എതിരാളികൾ പടച്ചുണ്ടാക്കുന്നതാണ്. പണ്ട് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ പേരിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം MI സുല്ലമി വിവർത്തനം ചെയ്ത് മുജാഹിദുകളുടെ പേരിൽ കെട്ടിവെക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട പോലെ ഇതാ മറ്റൊരു പുസ്തകം. സൗദി മതകാര്യ വകുപ്പിലെ ഒരു പണ്ഡിതൻ മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ അഷ്കർ രചിച്ച സുബ്ദത്തു തഫ്സീർ എന്ന ഗ്രന്ഥത്തിലെ അവസാന ഭാഗത്തെ അഹ്കാമുൻ തഹമ്മുൽ മുസ്ലിം വിവർത്തനം ചെയ്യാൻ സാക്ഷാൽ ഹുസൈൻ മടവൂരിനെ നിയോഗിച്ചു. അദ്ദേഹം തിരക്ക് പിടിച്ച സാഹചര്യത്തിൽ സാധിക്കാത്തതുകൊണ്ട് ജനാബ് മൊഹീദ്ദീൻ ഫൈസി തരിയോടിനെ അഥവാ KM ഫൈസി തരിയോടിനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം വിവർത്തനം ചെയ്തതിനു ശേഷം പരിശോധിച്ചവരിൽ ഒരാളാണ് മടവൂരിച്ചാരൻ നാസർ സുല്ലമി. അങ്ങനെ മടവൂരികളുടെ കൈക്ക് പുറത്തു വന്ന നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഇസ്ലാമിക പാഠങ്ങൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി വൈജ്ഞാനിക മത്സര പരീക്ഷ സംഘടിപ്പിച്ചതോ അറേബ്യയിലെ കോക്കസിന്റെ കേന്ദ്രവും ആസ്ഥാനവുമായ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററും. പ്രസ്തുത പുസ്തകത്തിലെ 144 പേജിൽ കൊടുത്ത കണ്ണേറിനും സിഹ്റിനുമുള്ള കുളി ചികിത്സ പൊക്കിക്കാണിച്ച് മടവൂരികൾ മുജാഹിദുകളെ ഏറെ പരിഹസിക്കാറുണ്ട്. ഇത് MT വിഷൻ വെറുതെ പറയുകയല്ല. മുജാഹിദുകൾ അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന് തെളിയിക്കാൻ അലിമദനി മൊറയൂർ നടത്തുന്ന ഈ വിരോധാഭാസം നിങ്ങളൊന്ന് കാണുക. ഇസ്ലാമിക പാഠങ്ങൾ ഇത് ഇവരുടെ കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം KNM ഹജ്ജ് ഗ്രൂപ്പിൽ പോയ ആളുകൾക്ക് വിതരണം ചെയ്തിട്ടുള്ള പുസ്തകമാണ്. എന്താ പുസ്തകം എന്ന് പറയുന്നത്? മുഹമ്മദ് ബിൻ സുലൈമാൻ അൽ അഷ്കർ അസൽ ജിന്ന്. ഇവർ ഈ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങൾ മുഴുവൻ ഇയാളുടെ പുസ്തകത്തിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു 5 ജുസ് പരിഭാഷ എന്നിട്ട് മലയാളത്തിൽ കുറെ അതിനോട് കൂട്ടിച്ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വായിച്ചു കേൾപ്പിച്ചറിയാണ്. സിഹിർ വലിച്ചാൽ ഉണ്ടാവുന്ന ലക്ഷണമൊക്കെ ഉണ്ട് ഇതില്. നിങ്ങൾക്കൊക്കെ ഉണ്ടോന്നൊന്ന് മനസ്സിലാക്കാലോ. അധ്യക്ഷന് അതുപോലെ തന്നെ പ്രാസംഗികനൊക്കെ എന്റെ ചികിത്സയും പറയുന്നത്. ാമത്തെ പേജ്. കണ്ണേറും സീറിൽ നിന്നൊക്കെ പഠിച്ചാലുണ്ടാവുന്ന രോഗലക്ഷണം കേട്ടോ. രോഗം പ്രകടമാവുന്നത് മിക്കവാറും ഇങ്ങനെയായിരിക്കും. ഇടയ്ക്കിടെ വരുന്ന തലവേദന, മുഖത്ത് മഞ്ഞ നിറം, മൂത്രമൊഴിക്കലും വിയർക്കലും അധികമാവുക,
ഭക്ഷണത്തിനോട് ആഗ്രഹം കുറയുക, വിരലുകളിൽ തരിപ്പോ തണുപ്പോ ചൂടോ അനുഭവപ്പെടുക, ഹൃദയത്തിൽ പിടച്ചിൽ തോന്നുക, മുതുകിന്റെ താഴ്ഭാഗത്തും ചുമലുകളിലും മാറിക്കൊണ്ടിരിക്കുന്ന വേദന, നെഞ്ചിൽ തടസ്സവും വിഷമവും ഉണ്ടാവുക, രാത്രിയിൽ ഉറക്കമില്ലായ്മ, സ്വാഭാവികമല്ലാത്ത കോപമോ ഭയമോ ഉണ്ടാവുക, അമിതമായി ഏമ്പക്കം വരിക, ഒറ്റപ്പെട്ടു കഴിയാനുള്ള താല്പര്യം, അലസത, ഉറങ്ങാനുള്ള ആഗ്രഹം തുടങ്ങിയ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് രോഗലക്ഷണങ്ങളാണ്. ആൾക്കാരിനകത്ത് മരാത്തി തൈലത്തിന്റെ പരസ്യം പറഞ്ഞാൽ ഇതാണ് ഫലിച്ചാന്ന ലക്ഷണം. നോക്ക് നിങ്ങൾ, ഹാജിമാർക്കിടയിൽ വിതരണം ചെയ്യാം. ഈ കൂട്ടത്തിലല്ല പറഞ്ഞതാ. ഇതൊക്കെ ഉണ്ടായാൽ എന്താ ചെയ്യേണ്ടറിയോ? കണ്ണിൽ തട്ടിയാൽ എന്ത് ചെയ്യണമെന്നറിയോ? രോഗത്തിനുള്ള ചികിത്സ കണ്ണ് വെച്ച ആളെ അറിയാമെങ്കിൽ അവരോട് കുളിക്കാൻ പറയുകയും ആ വെള്ളമെടുത്ത് കുളിക്കുകയും കുടിക്കുകയും ചെയ്യുക. ചികിത്സ നടത്തിക്കൂട്ടേ. കണ്ണ് വെച്ച ആളെ അറിയുമെങ്കിൽ മൂപ്പരോട് പോയി കുളിക്കാൻ പറയാം. എന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് കുളിക്കുകയും കുടിക്കുകയും ചെയ്യുക. ഇസ്ലാമാണ് വെളിപ്പെടുത്തിക്കുന്നത് കേട്ടോ. വേറെ ചികിത്സ അതിനെ. അല്ലെങ്കിൽ അവൻ കുടിച്ചതിന്റെയോ തിന്നതിന്റെയോ ബാക്കിയോ സ്പർശിച്ച വല്ലതുമോ എടുക്കുക, എന്നിട്ട് അതിൽ വെള്ളം ചേർത്ത് കണ്ണേറ് ബാധിച്ചവൻ കുളിക്കുകയും കുടിക്കുകയും ചെയ്യുക. അപ്പൊ കഴിച്ചതിന്റെ ബാക്കിയൊക്കെ എടുക്കുക. ഒന്ന് ബീഡിക്കൊക്കെ ഇട്ടോളിയോ തൊട്ടതിന്റെ. ആളാരാണെന്ന് അറിയില്ലെങ്കിൽ സമരത്തിന് വേണ്ടി മന്ത്രവും പ്രാർത്ഥനയും നടത്തുക, കൊമ്പ് വെക്കുകയും ചെയ്യുക. കണ്ടോ? ആളാരാണെന്ന് അറിയില്ലെങ്കിൽ പ്രാർത്ഥിച്ചോളിയല്ലോ, പിന്നെ കൊമ്പും വെച്ചാളിയും. പണ്ടുണ്ടായിരുന്ന ഒരു ചികിത്സ അല്ലേ? മുടിയൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ട് രക്തമൊക്കെ പിന്നെ കേടുവന്ന രക്തമൊക്കെ ഒഴിവാക്കുന്ന രീതി. ആ ചികിത്സ നീ കേട്ടോ. വേറെ ചികിത്സ മാരണം കൊണ്ടുണ്ടായാലുള്ള ചികിത്സ കേട്ടോ. 7 താഴി ഇലന്ത ഇലകൾ എടുത്ത് പൊടിച്ച് അതിൽ 3 പ്രാവശ്യം കാഫിയൂണ്, ഇഖ്ലാസ്, ഫലക്ക്, നാസ് എന്നീ സൂറത്തുകൾ പാരായണം ചെയ്യുക. ശേഷം അത് വെള്ളത്തിൽ ചേർത്ത് കുളിക്കുകയും കുടിക്കുകയും ചെയ്യുക. എല്ലാത്തിനും കുടിക്കലും കുളിക്കലും. മാരണം നീക്കം ചെയ്യുക. അത് വയറ്റിലാണെങ്കിൽ വയറിളക്കിയും അല്ലാത്തിടത്താണെങ്കിൽ കൊമ്പ് വെച്ചും കൊണ്ട് അത് ചെയ്യാവുന്നതാണ്. സിഹ്റ് ബാധിച്ചത് വയറ്റിലാണെങ്കിൽ വയറിളക്കി കളയണം. വയറിലോട്ടാണെങ്കിൽ കൊമ്പ് വെച്ച് കളയണം. എവിടൊക്കെ കൊമ്പ് വെക്കുവാൻ പറയും. അന്ധവിശ്വാസങ്ങളാണെന്ന് പറയുന്ന ഇതെല്ലാം കേരളക്കാർക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തി അതിന്റെ പിതൃത്വം മറ്റുള്ളവരിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന മടവൂരി നവമടവൂരി ബന്ധവും കുതന്ത്രവും ഇവിടെ തകരുകയാണ്. ഇതാ കോക്കസിന്റെ അറേബ്യയിലെ കേന്ദ്രവും ആസ്ഥാനവുമായ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രസ്തുത പുസ്തകത്തെ ആസ്പദമാക്കി 2010 ജനുവരിയിൽ 2000-ഓളം കോപ്പി ഗൾഫ് മലയാളികളിൽ വിതരണം ചെയ്ത് വൈജ്ഞാനിക മത്സര പരീക്ഷ സംഘടിപ്പിച്ച് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി ഈ പുസ്തകത്തിന്റെ പ്രാധാന്യത്തെ പരിചയപ്പെടുത്തി. അന്ന് ശേഖന്മാരുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് കോക്കസ് കുഞ്ഞാടുകളായ അബ്ദുറഹ്മാൻ സുലാഹിയും വിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ച് കുപ്രസിദ്ധി നേടിയ അബ്ദുൾ റസാഖ് സലാഹിയുമാണ്. അതിന്റെ നേർക്കാഴ്ചയിലേക്ക് MT വിഷൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഓൾഡ് സെനയ ജാലിയാത്ത് ഇസ്ലാമിക പാഠങ്ങൾ എന്ന ബൃഹത്തായ ഗ്രന്ഥം അടിസ്ഥാനമാക്കി നടത്തിയ വളരെ മഹത്തായ ഒരു മത്സരമായിരുന്നു. ഒരുപാട് ആളുകൾക്ക് ദീനിന്റെ വിശ്വാസപരമായും കർമ്മപരമായുമുള്ള അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത്. ഒരുപാട് ആളുകൾക്ക് ദീനിന്റെ വിശ്വാസപരമായും കർമ്മപരമായുമുള്ള അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണിത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പാഠങ്ങൾ എന്ന പേരിൽ മലയാളത്തിൽ വിവർത്തനം ചെയ്തിട്ടുള്ള അൽ ഇശ്റുൽ അഖീർ എന്ന ഈ പുസ്തകം പ്രസിദ്ധമാണ്. പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ 3 ജുസുകളുടെ പരിഭാഷയോടൊപ്പം തന്നെ ഇസ്ലാമിക വിശ്വാസങ്ങളുടെയും കർമ്മങ്ങളുടെയും മറ്റു അടിസ്ഥാനമായ പാഠങ്ങളുടെയും ഒക്കെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകമാണിത്. വിശ്വാസരംഗങ്ങളിലും കർമ്മരംഗത്തുമൊക്കെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാന പാഠങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ പുസ്തകം ഇതുപോലെയുള്ള ഒരു മത്സരത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇതുപോലെ തെരഞ്ഞെടുക്കപ്പെടേണ്ട ഒട്ടനവധി പുസ്തകങ്ങളുണ്ട്
ഇൻഷാ അല്ലാഹ് ആ രംഗത്തേക്ക് ഉള്ള ഒരു തുടക്കം മാത്രമാണിത് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പാഠങ്ങൾ എന്ന ഈ പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള ഒരു സമ്മാനദാനം, ഒരു മത്സരം സംഘടിപ്പിക്കുവാൻ ഓൾഡ് സനായ ജാലിയാത്ത് തീരുമാനിച്ചപ്പോൾ റിയാദ് ഇസ്ലാമിക് സെന്റർ അത് ഏറ്റെടുക്കുകയും അതിനുവേണ്ടി അവർ മുന്നോട്ട് വന്നപ്പോൾ അവർ ആവശ്യപ്പെട്ട അത്രയും ഈ പുസ്തകത്തിന്റെ കോപ്പികൾ അവർക്ക് നൽകുകയും ചെയ്തു. 2000-ഓളം പരീക്ഷാർത്ഥികൾ ഈ മത്സര പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അവരിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ 10 പേർക്ക് ഒന്നാമത്തെ സമ്മാനവും 15 പേർക്ക് രണ്ടാമത്തെ സമ്മാനവും കൊടുക്കുവാനാണ് യഥാർത്ഥത്തിൽ തീരുമാനമായിട്ടുള്ളത്. പ്രവാചകന്മാരുടെ മാതൃകയനുസരിച്ച് വിശ്വാസകാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്, കർത്തവ്യമാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ ഇസ്ലാമാണ്. ആ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്നത് അതിലെ വിശ്വാസകാര്യങ്ങളും അതുപോലെ നിർബന്ധമായി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കർമ്മങ്ങളുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യന് ഭക്ഷണത്തെക്കാളും മറ്റവന്റെ അന്നപാനീയങ്ങളെക്കാളെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ് മതപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ നിർബന്ധമായും മനസ്സിലാക്കുക എന്നത് മഹാനായ ഇമാം അഹ്മദ് പറഞ്ഞത് ഇവിടെ അനുസ്മരിക്കുകയാണ്. നാം മത്സരം സംഘടിപ്പിക്കപ്പെട്ട ഇസ്ലാമിക പാഠങ്ങൾ എന്ന ഈ അവസാനത്തെ അഷ്റുൽ അഖീർ എന്ന പരിഭാഷാ പുസ്തകം അള്ളാഹുവിന്റെ വചനങ്ങളുടെ പരിഭാഷയും അതോടൊപ്പം തന്നെ ഒട്ടനവധി ഇസ്ലാമിക വിജ്ഞാനങ്ങളും ഒരുമിച്ച് ചേർന്ന മഹത്തായ ഒരു പുസ്തകമാണ്. നമ്മുടെ ത്യാഗീവര്യന്മാരായ പൂർവീകരുടെ ശ്രമഫലമായി നാട് നീങ്ങിയ അന്ധവിശ്വാസങ്ങളും അനുബന്ധമായി ആത്മീയ ചികിത്സാ കേന്ദ്രങ്ങളും തിരിച്ചുകൊണ്ടുവരാനും അതിലൂടെ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിന് സമ്മാനിച്ച ഇസ്ലാമികമായ ഉന്നത സംസ്കാരത്തെ മണ്ണിട്ട് മൂടുവാനും ചില കേന്ദ്രങ്ങളിൽ നിന്നും ശ്രമങ്ങളുണ്ടാകുന്നു. അത് കളവല്ലേ, അത് കളവല്ലേ, അത് കളവല്ലേ, അത് കളവാണെന്നതിന് 1985 അൽമനാർ തെളിവല്ലേ, മുജാഹിദുകളുടെ ഖുർആൻ പരിഭാഷ തെളിവല്ലേ, 75 പുറത്തിറങ്ങിയ സൽസബീലുകൾ തെളിവല്ലേ. ഇനി അതുകൊണ്ട് അവസാനിച്ചോ? അവസാനിച്ചിട്ടില്ല. പിന്നെ മുജാഹിദുകളുടെ പേരിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു ആരോപണം എന്താ? അദ്ദേഹം പറയുന്ന ആരോപണം കേട്ടോളൂ. ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണ് എന്ന് വിചാരിച്ച് ജിന്നെ എനിക്ക് വെളിച്ചം തരണേ, ജിന്നെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല, അത് പ്രാർത്ഥനയല്ല, അത് സഹായം തേടലല്ല, അത് അഭൗതികമായ ഒരു സഹായതേട്ടമല്ല, അത് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ല എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. ഞാൻ പറഞ്ഞ പ്രസംഗങ്ങൾ, ഞാൻ പറഞ്ഞ ലേഖനങ്ങൾ, ഞാൻ പറഞ്ഞ പുസ്തകങ്ങൾ അത് വായിച്ച് തൗഹീദ് മനസ്സിലാക്കിയ നാം ആലോചിച്ചു നോക്കുക, ഇത് ശിർക്കാണോ അല്ലേ? കണ്ടോ, ആ വാചകം കോട്ടിവാട്ടാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാ. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ഈ പരാമർശം അദ്ദേഹം നടത്തുന്നത് ഒരു ഹദീസ് പഠിപ്പിക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിലൂടെ ഏതെങ്കിലും ഒരു വിഷയത്തെ അധികരിച്ച് സംസാരിച്ചതോ അല്ല. ഒരു കാര്യം പ്രാർത്ഥനയാവുന്നതെപ്പോൾ, പ്രാർത്ഥന അല്ലാതാകുന്നതെപ്പോൾ എന്ന് അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി കൊടുത്തപ്പോൾ വിശദീകരിച്ചതാണ്. ആദർശങ്ങൾ ഒന്നൊന്നായി നമുക്ക് ഇവിടെ പരിശോധിക്കാം. വിളി ശിർക്കല്ലെന്നൊരു വാദം തങ്ങൾക്കില്ലെന്ന് ചിലപ്പോൾ ആവർത്തിച്ചു പറയും. ജിന്നുവിളി ശിർക്കല്ലെന്നൊരു വാദം തങ്ങൾക്കില്ലെന്ന് ചിലപ്പോൾ ആവർത്തിച്ചു പറയും. എന്നാൽ വളരെ വ്യക്തമായി തന്നെ ഇസ്ലാഹത്തിന് മറുപടി പറഞ്ഞു കൊടുത്തു. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് മാത്രമല്ല, വളരെ വ്യക്തമായി തന്നെ ഇസ്ലാഹത്തിന് മറുപടി പറഞ്ഞു കൊടുത്തു. ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് മാത്രമല്ല, വഴി ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണ് എന്ന് വിചാരിച്ച് ജിന്നെ എനിക്ക് വെളിച്ചം തരണേ, ജിന്നെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല,
അത് പ്രാർത്ഥനയല്ല, അത് സഹായം തേടലല്ല, അത് അഭൗതികമായ ഒരു സഹായതേട്ടമല്ല, അത് സൃഷ്ടികളുടെ കഴിവിനപ്പുറത്തുള്ളത് ചോദിക്കലല്ല എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത്. ഇവർ എടുത്തു തെറ്റാറുള്ള ആ വരി ആ ഉദ്ദേശത്തിൽ എഴുതിയതോ അത് സമർത്ഥിക്കുന്നതോ അല്ല എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല. ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കുക എന്ന് വളരെ വ്യക്തമായി ഇസ്ലാഹി തന്നെ പരസ്യം ചെയ്യുകയും അതിനുശേഷവും പഴയ വാദം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ എന്താ സംഭവം? ഒരു ഹദീസിന്റെ വിശദീകരണം ഇസ്ലാഹിൽ വന്നതിനെടുത്ത് ദുർവ്യാഖ്യാനിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഇവർ മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറഞ്ഞു നടന്നത്. അതെന്നെ ഹാലിറും ഖാദിറും ഹയ്യുമായ മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് അഭൗതികമോ പ്രാർത്ഥനയോ അല്ലെന്ന് പറയും. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം. എന്താ ജിന്ന സുഖാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. കുളിക്കടവെന്ന് വിളിച്ചാലും ജനപ്രദേശത്ത് വിളിച്ചാലും വിജനപ്രദേശത്ത് വിളിച്ചാലും ഒക്കെ ചെറുക്കന്നെയാണ്. ചില ആളുകൾ പറയാം വെള്ളത്തിൽ മുങ്ങുമ്പോ ജിന്നേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ എന്താണ് പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്ന ഒരു മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ ഒരു ജിന്ന് നിൽക്കുന്നു. അവൻ കണ്ടു. അതിനോട് ചോദിക്കൽ ശിർക്കാണ്. ശിർക്കുമല്ല, ഹറാമല്ല, ജായിസാണ്. പുഴയാലും കുളിക്കടവെന്ന് വിളിച്ചാലും ജനപ്രദേശത്ത് വിളിച്ചാലും വിജനപ്രദേശത്ത് വിളിച്ചാലും ഒക്കെ ചെറുക്കന്നെയാണ്. ചില ആളുകൾ പറയാം വെള്ളത്തിൽ മുങ്ങുമ്പോ ജിന്നേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ചെറുക്കാണ്. അത് ജിന്നിനെ വിളിച്ചുള്ള പ്രാർത്ഥനയാണ്, യാതൊരു സംശയമല്ല. എന്താണ് പുഴയിൽ വീണ് മുങ്ങിച്ചാവുന്ന ഒരു മനുഷ്യൻ കരയിലേക്ക് നോക്കിയപ്പോൾ ഒരു ജിന്ന് നിൽക്കുന്നു. അവൻ കണ്ടു. അതിനോട് ചോദിക്കൽ ശിർക്കാണ്. ശിർക്കുമല്ല, ഹറാമല്ല, ജായിസാണ്. അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? അതേ നാവുകൊണ്ട് തന്നെ സുലൈമാൻ നബിയുടെയും ഹാജറാബിയുടെയും ചരിത്രമുദ്ധരിച്ച് അതിനെ ന്യായീകരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. ഇനി മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിക്കുന്നു, ജിന്നുകളെ കൊണ്ട് പല പണി എടുപ്പിക്കുന്നു, ബന്നാവുകൾ ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനാണ്, ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് സുലൈമാൻ നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു, ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു. അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേന്നാ? അപ്പൊ ജിന്നാണല്ലോ, സംഗതി മനുഷ്യനായില്ലല്ലോ. അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല. ജിന്നായ രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്ന് വന്നിരുന്നു. ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു, അവര് പണിയെടുക്കുന്നു, സുലൈമാൻ നബി അവരുമായി സംസാരിക്കുന്നു. അത് ശിർക്കല്ല. അതേ നാവുകൊണ്ട് തന്നെ സുലൈമാൻ നബിയുടെയും ഹാജറാബിയുടെയും ചരിത്രമുദ്ധരിച്ച് അതിനെ ന്യായീകരിക്കും. ഹാജറാ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, ഹാജറാ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, ആ അകപ്പെട്ടു പോയ ഘട്ടത്തില് മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു. ജിബ്രീലിന്റെ ശബ്ദം കേട്ടു. അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറാ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്, സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലൊന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. ഈ അമലും ചില പണ്ഡിതരുടെ പ്രമാണ വിരുദ്ധമായ അഭിപ്രായങ്ങളും അവതരിപ്പിക്കും. അപ്പൊ
കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നും മലക്കും അഭൗതികമാണെന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ നിലപാടിനെ കൊഞ്ഞനം കുത്തി ഇനി ഇത് അഭൗതികമല്ലേ? തീർച്ചയായും അഭൗതികമാണ്. ഇനി ഇത് അഭൗതികമല്ലേ? തീർച്ചയായും അഭൗതികമാണ്. ആ വിശ്വാസം ശിർക്കാണ്. അഭൗതികമായി ഗൈബിയായ നിലക്ക് സഹായിക്കും, അത് ശിർക്കാണ്. ഗൈബിയായ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പ്ളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാതിക്കണം എന്തിനാ? എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ചു പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടിടക്കണ കണ്ടപ്പോ കൊള്ളാലോ അത്, നമുക്കും പറ്റും, നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാല്ല കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ തന്നെ പറയുന്നുണ്ട്. ജിന്ന് ഭൗതികമാണെന്ന് വാദിച്ചവർ തന്നെ ഗതിമുട്ടിയപ്പോൾ നിർവാഹമില്ലാതെ മാറ്റിച്ചവറ്റി. ജിന്ന് ഭൗതികമാണെന്ന് വാദിച്ചവർ തന്നെ ഗതിമുട്ടിയപ്പോൾ നിർവാഹമില്ലാതെ മാറ്റിച്ചവറ്റി. അതിൽ അഭൗതികതയില്ല, ശിർക്കില്ല, തീർന്നു. എന്ത് അഭൗതികതയില്ല, ശിർക്കില്ല എങ്കിൽ അത് ശിർക്കല്ല, അഭൗതികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? അതിൽ അഭൗതികതയില്ല, ശിർക്കില്ല, തീർന്നു. എന്ത് അഭൗതികതയില്ല, ശിർക്കില്ല. ശരി, അഭൗതികതയില്ല, ശിർക്കില്ല എന്നാണോ? എന്ത് ഏത് വിഷയത്തില്? ഞാനിപ്പോ ജിന്നിനെ വിളിക്കണമെങ്കിൽ അതിൽ അഭൗതികതയില്ല, ശിർക്കില്ല എന്നാ? മലക്കിനെ വിളിക്കണമെങ്കിൽ അഭൗതികതയില്ല, ശിർക്കില്ല എന്നാ? അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അഭൗതികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? മുതലെടുത്ത സ്ഥലത്ത് പ്രതിയോഗികൾ പല ഭാഗത്തു നിന്നും മുജാഹിദുകൾക്കെതിരെ പാഞ്ഞെടുത്തു. മുജാഹിദ് പ്രസ്ഥാനം തകർന്നുവെന്നും ആദർശം പൊളിഞ്ഞുവെന്നും പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടന്നു. ഖുറാഫികളാ സഹോദരങ്ങൾ, ഇതിനേക്കാളും എത്രയോ നല്ലത്. ഈ വാദം അവർ ഇന്ന് വരെ ഉന്നയിച്ചിട്ടില്ല. മനസ്സിലായി നിങ്ങൾക്ക്? ആ രൂപത്തിൽ പുറത്തിറങ്ങിയ ഒരു മുജാഹിദ് എന്ന് പറയുന്ന അടക്കാൻ വയ്യ, അവരെ മൂത്തുക്ക് വെക്കാൻ വയ്യ, അവരെ മൂത്തുക്ക് വെക്കാൻ വയ്യ. മനുഷ്യൻ കാണാത്തവർ അവരോട് തേടാം എന്നാണ് ഷൗക്കാനി വരെ പറയുന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. മന്ന സഹോദരങ്ങളെ മനസ്സിലാക്കണം. അപ്പോ ഇത് ശിർക്കാണെന്നാണ് പറയുന്നത്. അത് പറ്റില്ല. ജിന്നിനോട് തേടാമെന്ന് ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്, മലക്കിനോട് തേടാമെന്ന് ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട് എന്നാ. ഇതൊരു ഖുറാഫി പറഞ്ഞാൽ എന്താ മറുപടി? എന്താ ഷൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് ആരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നു പോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. എന്താ ചെയ്താൽ നമ്മളെ റൂമിൽ ഇരുന്ന് എന്തെങ്കിലും കിതാബ് വായിക്കുകയാണ്. അപ്പോ നമ്മളെ ഭാര്യ അടുക്കളയിലാണ് ഉള്ളത്, നമ്മളെ ഭാര്യനെ നമ്മൾ കാണുന്നില്ല. അപ്പോ എടി ഒരു ഗ്ലാസ് കട്ടൻ വേണം എന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ ഭാര്യനെ കണ്ടിട്ടല്ലല്ലോ. അതുപോലെ ഉള്ളൂ ജിന്നിനോട് ചോദിക്കണത്.
എന്ന് വരെ പറഞ്ഞ് നിസ്സാരമായി ഇതിനെ തള്ളുന്ന ആളുകൾ. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നു പോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്, ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. എന്താ ചെയ്താൽ നമ്മളെ റൂമിൽ ഇരുന്ന് എന്തെങ്കിലും കിതാബ് വായിക്കുകയാണ്. അപ്പോ നമ്മളെ ഭാര്യ അടുക്കളയിലാണ് ഉള്ളത്, നമ്മളെ ഭാര്യനെ നമ്മൾ കാണുന്നില്ല. അപ്പോ അടി ഒരു ഗ്ലാസ് കട്ടൻ വേണം എന്ന് നമ്മൾ പറയില്ലേ? നമ്മൾ ഭാര്യനെ അല്ലല്ലോ, കണ്ടിട്ടല്ലോ. അതുപോലെ ഉള്ളൂ ജിന്നിനോട് ചോദിക്കണത് എന്ന് വരെ പറഞ്ഞ് നിസ്സാരമായി ഇതിനെ തള്ളുന്ന ആളുകൾ. അവസരം മുതലെടുത്ത് പ്രതിയോഗികൾ പല ഭാഗത്തു നിന്നും മുജാഹിദുകൾക്കെതിരെ പാഞ്ഞെടുത്തു. മുജാഹിദ് പ്രസ്ഥാനം തകർന്നുവെന്നും ആദർശം പൊളിഞ്ഞുവെന്നും പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടന്നു. ഖുറാഫികളാ സഹോദരങ്ങൾ, ഇതിനേക്കാളും എത്രയോ നല്ലത്. ഈ വാദം അവർ ഇന്ന് വരെ ഉന്നയിച്ചിട്ടില്ല. മനസ്സിലായി നിങ്ങൾക്ക്? ആ രൂപത്തിൽ പുറത്തിറങ്ങിയ ഒരു മുജാഹിദ എന്ന് പറഞ്ഞ് അടക്കാൻ വയ്യ. അപ്പൊ അവരെ മൂത്തുക്ക് വെക്കാൻ വയ്യ. കാണാത്തവരോട് സഹായം തേടാം. അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല, ഭാര്യയുള്ളത്, മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷേ മലക്കിനെ കാണുന്നില്ല. എന്നാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടം, മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു, ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്, അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. അവസരമെടുത്ത് പ്രതിയോഗികൾ പല ഭാഗത്തു നിന്നും മുജാഹിദുകൾക്കെതിരെ പാഞ്ഞെടുത്തു. മുജാഹിദ് പ്രസ്ഥാനം തകർന്നുവെന്നും ആദർശം പൊളിഞ്ഞുവെന്നും പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടന്നു. ആധുനിക സാങ്കേതിക വിദ്യകളും മറ്റിതര മീഡിയകളും ഉപയോഗിച്ച് അവരത് ആഘോഷിച്ചു. മുജാഹിദുകളും മുന്നോട്ട് വന്നു. അന്ന് മുതൽ നമ്മൾ ഒറ്റക്കെട്ടായി മറുപടി പറഞ്ഞതാണ്. ഒരു യാ ഇബാദല്ലാഹ് എന്ന പ്രശ്നത്തിൽ അങ്ങേയറ്റം ദുർബലമായ ആ ഒരു ഹദീസ്, അതിനെ സംബന്ധിച്ച് ചർച്ച നടന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ആ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞു. ഇനി സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും നമുക്ക് ഭയപ്പെടുന്ന പ്രശ്നമൊന്നും അതിലില്ല, അഥവാ അതിൽ ശിർക്ക് വരുന്നില്ല എന്ന ആ ഒരു നയം. യാ ഇബാദല്ലാഹ് അഅ്യൂനി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ യാ ഇബാദല്ലാഹ് അഅ്യൂനി എന്ന് പറഞ്ഞാൽ അത് പിന്നെ അല്ലാഹുവിന്റെ അടിമകളെ പിന്നെ എന്നെ സഹായിക്കുകയും എന്ന് വിളിച്ചു പറയാം. അപ്പൊ ആ ഹദീസിന്റെ സനദിനെ സംബന്ധിച്ച് അത് ഉദ്ധരിച്ച ഹദീസ് വഴയിപ്പാണ് എന്ന് സക്കരിയ സലാഹി പറഞ്ഞപ്പോ പിന്നെ വേറെ ഹദീസുണ്ട്, അതിനെപ്പറ്റിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒന്നേ കാര്യം സഹിയാണുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞതോ അതന്നെ പറഞ്ഞിട്ട് ഒന്ന് സഹിയാന്ന് പറഞ്ഞത് അപ്പൊ അംഗീകരിച്ചല്ലോ, അത്രയെങ്കിലും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ വിഷയം ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനില്ല ശ്രമിക്കാറുള്ളത്. നിങ്ങൾ പരിചയമില്ലാത്തൊരു സ്ഥലത്തിലാണ് ചെന്നത്. അവിടെ ചെന്നുപെട്ടാൽ അവിടെ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാ ഇബാദുള്ള അഴിയൂനി അള്ളാന്റെ അടിമകളെ സഹായിക്കും എന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കാണാത്ത നിങ്ങൾക്ക് അറിയാത്ത അള്ളാന്റെ അടിമകൾ ഉണ്ടാകും അവിടെയാണ്. അത് ആരൊക്കെ ഉണ്ടാകാം? മനുഷ്യനെ സഹായിക്കാൻ പടച്ചോൻ ഏർപ്പെടുത്തിയിട്ടുള്ള മലായിക്കത്തുണ്ട്, ഹഫവത്തുണ്ട്, അവരുടെ സഹായം നമുക്ക് കിട്ടിയെന്ന് വരും. ഇതേപോലെ തന്നെ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്നുപെട്ടു, ആരും നോക്കിയിട്ട് കാണാനല്ല. പക്ഷെ ആരെങ്കിലും ഉണ്ടാകാൻ മതി. ആ മന്ദിരയോ എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചു നിർവഹിച്ചാൽ അല്ലെങ്കിൽ വിളിച്ചിട്ട് സഹായം ആവശ്യപ്പെട്ടാൽ ഇയാൾക്ക് അറിഞ്ഞുകൂടാത്ത ഇയാളെ കാണാത്ത ഏതെങ്കിലും മനുഷ്യന്മാരാണെങ്കിൽ സഹായം കിട്ടില്ല. ഇത് എന്ത് കണ്ടാലും ഏത് കേട്ടാലും അതൊക്കെ മരിച്ചവരാണ്, അതൊക്കെ മരിച്ചവർ കാണും, മരിച്ചവർ കേൾക്കും, മരിച്ചവരെ വിളിക്കലാണ്, അവരോട് പ്രാർത്ഥിക്കലാണ് എന്തിനാണ് അർത്ഥം വെക്കുന്നത്? അങ്ങനെയല്ലല്ലോ ഇതിന് അർത്ഥം പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഇവിടെ തന്നെ ഹഫവത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ ജിന്നുകൾ ഉണ്ടാവുന്ന എന്നാലും മരിച്ചവരല്ല, മരിച്ച മലക്കുന്നല്ലോ, മരിച്ച ജിന്നുകളൊന്നുമല്ല. നേരെ മറിച്ച് ഈ വിളി കേൾക്കുന്ന ജിന്നുകൾ ഉണ്ടാകും, ഈ വിളി കേൾക്കുന്ന മലക്ക്
കോപ്പികൾ ഉണ്ടാകും എന്നല്ലേ ആ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. ഞാൻ അതിന്റെ സനദിലേക്കും അതേപോലെ തന്നെ അതിന്റെ ആ വിഷയകരണത്തിലേക്കും പ്രവേശിക്കുന്നില്ല. നേരെ മറിച്ച് ഇവിടെ പറയുന്ന വിഷയത്തിനായി തെളിവേ അല്ല. നിങ്ങൾ കാണാത്ത അള്ളാന്റെ അടിമകളുണ്ടാവും. അതുകൊണ്ട് ചെന്നുപെട്ടാല് പിന്നെ മണ്ടിയേയോ അല്ലെങ്കിൽ അള്ളാന്റെ അടിമകളെ സഹായിക്കും എന്ന് ഞങ്ങൾക്ക് പറയാവുന്നതാണ് എങ്കിൽ ആ കുറച്ച് മരിച്ച ഏതെങ്കിലും ഒരു ശരീരത്തിന്റെ പേര് വെച്ചിട്ട് മതിനിങ്ങളെ രക്ഷിക്കും അല്ലെങ്കിൽ മമ്പർത്തങ്ങളെ രക്ഷിക്കും, അതല്ലെങ്കിൽ പിന്നെ വൈദ്യശീലയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം എന്നതിനൊരു തെളിവല്ല. നിങ്ങൾക്ക് അറിയാത്ത നിങ്ങൾ കാണാത്ത ആളുകൾ നിങ്ങളുടെ രക്ഷയ്ക്ക് ഉണ്ടാവും എന്നാണ്. അവിടെ ഉണ്ടാവും. അല്ലാതെ മരിച്ചവരോട് പ്രാർത്ഥിച്ചവർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ യാതൊരു തെളിവും ന്യായവും ഇല്ല. സഹായം ആളോട് പിന്നെ നമ്മൾ കാണാത്ത ആളുകളോട് നമുക്ക് സഹായം ചോദിക്കാം, നമ്മൾ അറിയാത്ത ആളുകളോട് നമുക്ക് സഹായം ചോദിക്കാം. നമുക്ക് അങ്ങനെ സഹായം ലഭിക്കാൻ ഇടയുണ്ടെന്നാണ്. അത് മരിച്ച ആളുകളാണ് എന്ന് അർത്ഥം കൊടുത്തിട്ടുള്ളത് സ്വന്തം വകയാണ്. അത് ഈ പറഞ്ഞതൊന്നുമില്ല. അത് ചോദിക്കാനും പറഞ്ഞിട്ടില്ല. മരിച്ച ആളുകൾ നിങ്ങളെ സഹായിക്കും എന്നതൊന്നും പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് പിന്നെ കുറേ അധികമൊരു ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കത്തക്ക വിധത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. പണ്ട് മുതലേ നാം ഒന്നിച്ചു പറഞ്ഞ ഒരു നയം 1971 സെൽസബീലിലൂടെ ഉമർ മൗലവി പറഞ്ഞ നയം, അതുപോലെ തന്നെ ശബാബിന്റെ താളുകളിലൂടെ 80കളിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞിട്ടുള്ള നയം, 2004 ഏറ്റവും പ്രസിദ്ധമായ മണ്ണാർക്കാട് സംവാദത്തിൽ വെച്ച് സക്കരിയ സലാഹി പറഞ്ഞ നയം, അതുപോലെ തന്നെ നമ്മുടെ പ്രഭാഷകരും പ്രാസംഗികരുമെല്ലാം ഈ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ കക്ഷികൾ നമുക്കെതിരെ ശിർക്കിന്റെ ആരോപണവുമായി വന്നപ്പോൾ കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അടുത്ത കാലം വരെ ഒറ്റക്കെട്ടായി അവരുടെ ദുരാരോപണത്തിന് മുനയൊടിക്കുന്ന നിലക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി സംസാരിച്ച അതേ നയം, ആ നയത്തിൽ നിന്ന് നാം ഒരിക്കലും മാറിപ്പോകരുത്. ആ നയത്തിൽ നിന്ന് നാം ഒരിക്കലും തെറ്റിപ്പോകരുത്. അതേ, പിന്നീട് ചില ചാരപ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടത്തിയിട്ട് ആരോപണങ്ങൾ പിന്നെയും തുടരുമ്പോൾ അതിൽ കുടുങ്ങാതെ നാം പണ്ടു പറഞ്ഞ മറുപടികളിലേക്ക് തിരിച്ചു പോകണം എന്നതാണ്. അങ്ങനെ ഒറ്റക്കെട്ടായി നമ്മൾ ഈ ശിർക്കിനെതിരെ സമരം നടത്തണമെന്ന ആഗ്രഹമാണ് ഈ ഉള്ളവൻ സമ്മേളന നഗരിയിൽ പ്രകടിപ്പിച്ചത്. മനുഷ്യനിർമ്മിതമായ സങ്കല്പങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ചരിത്രത്തിലെന്നും അല്പായുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വാചക കസർത്തുകൾ കൊണ്ടും അക്ഷരങ്ങളുടെ മായാജാലങ്ങൾ കൊണ്ടും അല്പകാലം അത് പിടിച്ചു നിൽക്കും. പിന്നീട് അവകൾക്കെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലെ അഗാധ സുഷുപ്തിയാണ് കാലം വിധിച്ചിട്ടുള്ളത്.